കള്ളനെ നമ്പിയാലും വിജയനെ നമ്പരുതെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിലൂടെ അതൊരിക്കൽ കൂടി അടിവരയിടുകയാണ്. 2021 LDF പ്രകടന പത്രികയിൽ 4 ലക്ഷം അതിദരിദ്ര കുടുംബങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെ 64,000 കുടുംബമായി ചുരുങ്ങി എന്നുള്ളത് സർക്കാർ ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. 2011 സെൻസസ് പ്രകാരം 1,16,000 കുടുംബങ്ങളിൽ നിന്നായി 4,85,000 ആദിവാസികളാണ് കേരളത്തിലുള്ളത്. ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് തല്ലിക്കൊന്ന ഈ നാട്ടിൽ പക്ഷേ 6,400 പേര് മാത്രമേ സർക്കാരിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിലെ മുഴുവൻ ആദിവാസികളും അതിദരിദ്രരല്ല എന്നാണ് സർക്കാർ വിലാസ അടിമകളുടെ പുതിയ അവകാശവാദം. പോഷകാഹാരക്കുറവ് മൂലം ശിശുമരണങ്ങൾ സംഭവിക്കുന്ന, വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതുകൊണ്ട് പ്രസവത്തോടൊപ്പം അമ്മമാർ മരിക്കുന്ന ആദിവാസികളുടെ നാട്ടിലാണ് ഇവരിത് പറയുന്നതെന്ന് ഓർക്കണം. നിയമസഭയിൽ CPM-ന്റെ ഷൊർണൂർ MLA ചോദ്യത്തിന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ കൊടുക്കുന്ന മറുപടി പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രരായ 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞക്കാട് ഉടമകളുണ്ട്. അതായത് ഒരു മാസം റേഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ പട്ടിണിയിലാവുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുള്ള നാടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിമറിക്കാനും PRO നടത്താനും വേണ്ടി കേരളത്തിലെ ദരിദ്രരിൽ അതിദരിദ്രരായ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇല്ലാതെയാക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്.